ഹായ് എവരിവൺ, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമുക്കൊരു ടൂണത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ട്യൂണ എടുത്ത് വെച്ചിട്ടുണ്ട്. 220 ഗ്രാം ട്യൂണ. ഇത് ക്യാൻഡ് ട്യൂണയാണ്. ഇവിടെ ഇങ്ങനെ ക്യാനിൽ മേടിക്കാൻ കിട്ടും. കണ്ടോ, ഇത് ബ്രൈനിലുള്ള ട്യൂണയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ സൺഫ്ലവർ ഓയിലിലോ ഒലിവ് ഓയിലിലോ ഒക്കെ കിട്ടും. ഇനി നാട്ടിൽ ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ട്യൂണ മേടിച്ചിട്ട് അത് മുള്ള് കളഞ്ഞ് വേവിച്ച് ഇതുപോലെ ചിക്കിയെടുത്താൽ മതി. ഇനി ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നമുക്ക് നാട്ടിലാവുമ്പോൾ സാധാരണ തേങ്ങ ചിരവിയത് യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു വലിയ സബോള നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് ട്യൂണ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഞാനൊരു പാൻ ഇപ്പം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പാൻ ചൂടായപ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട്. ഒരു 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഈ സബോളയൊന്ന് വഴണ്ട് വരണം. ഒരുപാട് വഴലണ്ട, ഒരു മീഡിയം. ഇതിലോട്ട് സ്വല്പം കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇതിലോട്ട് സ്വല്പം മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തീ സ്വല്പം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം തേങ്ങയൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേനും നമുക്ക് ട്യൂണ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ട്യൂണ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്കിതിനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് മുരിഞ്ഞ് വരണം എന്നുള്ളവർക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇനി ഒരുപാട് മുരിയുണ്ട് എന്നുള്ളവർക്ക് ഇതുപോലെ തന്നെ എടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂടുതൽ മുരിക്കേണ്ടവർക്ക് കൂടുതൽ മുരിച്ചെടുക്കാം, അല്ലാത്തവർക്ക് അല്ലാതെ എടുക്കാം. ഇതിന് നല്ല നിറമുണ്ട് കേട്ടോ. ഇത് ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് കാരണമാണ് ഈ നിറം കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. നല്ലൊരു ചുവപ്പ് നിറമാണിതിന്. നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ട്യൂണ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്